ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് കൃത്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ശകുന്തളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ശകുന്തള. അപ്പം ശകുന്തള എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കഥാപാത്ര നിരൂപണമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ എക്സാമിനൊക്കെ ഏകദേശം 6 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത്. അതിനു മുമ്പേ നമുക്ക് ഈ ഒരു കഥാപാത്ര നിരൂപണം കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു പാഠഭാഗം എന്താണെന്ന് അറിയണം, അല്ലെ? ഈ ഒരു പാഠഭാഗത്തിന്റെ ക്ലാസ്സുകൾ കാണാത്ത കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പാഠഭാഗത്തിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഈ ഒരു പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം. അതായത് ഇതെന്ന് പറയുന്നത് കാളിദാസൻ എന്ന് പറയുന്ന ഇന്ത്യൻ ഷേക്സ്പിയർ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയുടെ, അതായത് പണ്ട് തൊട്ടേയുള്ള സംസ്കൃത് പോയറ്റും അതേപോലെ തന്നെ ഈ ഒരു നാടകകൃത്തൊക്കെയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള ഒരു നാടകമാണ് ശകുന്തളം എന്ന് പറയുന്നത്. ഇതിനെ തന്നെ ഇംഗ്ലീഷിലേക്ക് ഒരുപാട് പേര് വിവർത്തനം ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ലാംഗ്വേജിൽ വിവർത്തനം ചെയ്തിട്ടുള്ളത്, ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് ആർത്തർ വില്യം റൈഡർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടു പോയാൽ മതി കേട്ടോ. ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് മാത്രം പറയുകയാണ്. അതായത് ഈ ഒരു ശകുന്തളം എന്ന് പറയുന്ന നാടകത്തിൽ 7 ഭാഗങ്ങളായിട്ടാണുള്ളത്. ഇതിലെ ആദ്യത്തെ ഭാഗത്തിലെ കാര്യങ്ങളാണ് നമുക്ക് പാഠഭാഗമായിട്ട് നൽകിയിരിക്കുന്നത്. ഓക്കെ, അതിൽ തന്നെ നമ്മൾ ഈ ഒരു കഥാപാത്രം, ഈ ഒരു നാടകത്തിലെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതിൽ ശകുന്തള എന്ന് പറയുന്ന കഥാപാത്രം ദുഷ്യന്ത മഹാരാജാവിനെ കാണുന്നിടത്ത് അതിന്റെ തൊട്ട് മുമ്പ് വരെയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗമായിട്ട് നൽകിയിട്ടുള്ളത്. ഓക്കെയാണ്. അപ്പം ഈ ഒരു നാടകത്തിലുള്ള നമുക്ക് പഠിക്കാനായിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഭാഗങ്ങളിലുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ദുഷ്യന്ത മഹാരാജാവ്, പിന്നെ അദ്ദേഹത്തിന്റെ തേരാളി, പിന്നെ ഈ ഒരു ശകുന്തള എന്ന് പറയുന്ന കഥാപാത്രം, പിന്നെ ശകുന്തള എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള അനസൂയ, അതേപോലെ തന്നെ പ്രിയംവദ. ഇത്രയും ആൾക്കാരാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ ഈ ഒരു ആക്ട് 1 അല്ലെങ്കിൽ ആ ഒരു ആദ്യത്തെ ഭാഗത്തുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെയാണ്. അപ്പം നമുക്ക് ഈ ഒരു കഥാപാത്രത്തിലെ ഏറ്റവും മികച്ചു നിൽക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മെയിൻ ക്യാരക്ടറായിട്ട് നിൽക്കുന്ന ആളാണ് ശകുന്തള എന്ന് പറയുന്നത്. ആ ശകുന്തള എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കഥാപാത്ര നിരൂപണമാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താണ് ഈ ശകുന്തള എന്ന് പറയുന്ന പാഠഭാഗത്തിൽ പറയുന്നത്? അതായത് നമ്മുടെ ഈ ഒരു ദുഷ്യന്ത മഹാരാജാവ് എന്തിനു പോവുകയാണ്? വേട്ടക്കിറങ്ങിയാണ്, ഹണ്ടിങ്ങിന് പോവുകയാണ്, അതായത് ഒരു വനത്തില്. അപ്പം ഇങ്ങനെ ഹണ്ടിങ്ങിന് പോകുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഒരു മാനിനെ കാണുകയാണ്. ആ മാനിനെ അദ്ദേഹം അമ്പ് ചെയ്ത് വീഴ്ത്തിയിട്ട്, ഹണ്ടിങ് എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ വേട്ടയാണല്ലോ. അപ്പം ആ മാനിനെ അമ്പ് ചെയ്ത് വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ശ്രമിക്കുകയാണ്. അങ്ങനെ അമ്പ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആരൊക്കെയാണ് പോകുന്നത്? ഈ ഒരു ദുഷ്യന്ത രാജാവും അദ്ദേഹത്തിന്റെ തേരാളിയും ഈ ഒരു രഥത്തിലാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു മാനിന് പുറകെ പോകുന്നത്. അപ്പം ഇദ്ദേഹം അമ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഏതാനും മഹർഷിമാര് ഒച്ചത്തിൽ അല്ലെങ്കിൽ വളരെ ശബ്ദത്തിൽ വിളിച്ചു പറയാണ്, അത് നമ്മുടെ ആശ്രമത്തിൽ സ്ഥിതി ചെയ്യുന്ന മാനാണ്, അതിനൊന്നും ചെയ്യാൻ പാടില്ല, അതിനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു പറയുകയാണ്. ഇത് കേട്ടയുടൻ നമ്മളെ രാജാവ് എന്ത് ചെയ്യാണ്? അമ്പൊക്കെ തിരിച്ചെടുത്തു വെച്ച് ഇവരുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഈ മഹർഷിമാർ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മുടെ കണ്വ മഹർഷിയുടെ ഒരു ആശ്രമം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് തൊട്ടടുത്തായിട്ട് ആ ഒരു വനത്തില്. അപ്പം അതിനെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാനാണത്. നിങ്ങൾ ഒരിക്കലും ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള, വളരെ നിഷ്കളങ്കമായിട്ടുള്ള ആ മാനിനെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? വധിക്കാൻ വേണ്ടി പാടില്ല. രാജാവായിട്ടുള്ള നിങ്ങള്, ഇതൊക്കെ ആരാ പറയുന്നത്? നമ്മുടെ മഹർഷിമാരിൽ ഒരാളാണ് പറയുന്നത്. അതായത് നിങ്ങളൊരു രാജാവാണ്, നിങ്ങൾക്ക് അമ്പും വില്ലും ഒക്കെ നൽകിയിരിക്കുന്നത് പാവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പാവങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ ഈ മാനിനെ കൊല്ലുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് എന്നൊക്കെയാണ് ഈ നാടകത്തിൽ കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നത്. പിന്നീട് ഇദ്ദേഹം കണ്വ മഹർഷിയുടെ ആ ഒരു ആശ്രമത്തെ പറ്റി അറിയുകയും, ആ കണ്വ മഹർഷിയുടെ ആശ്രമത്തിൽ നിലവില് കണ്വ മഹർഷി വേറെ എവിടെയോ പോയത് കാരണം അദ്ദേഹത്തിന്റെ വളർത്തുപുത്രിയായിട്ടുള്ള ശകുന്തളയാണ് നിലവിൽ ആശ്രമത്തിന്റെ ഇൻചാർജ് എന്ന് നമ്മൾ പറയില്ല. അതായത് ആശ്രമത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മഹർഷി, കണ്വ മഹർഷി, അദ്ദേഹത്തിന്റെ ദത്തുപുത്രിയായിട്ടുള്ള ശകുന്തള എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിനാണ് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു രാജാവ് എന്ത് ചെയ്യാണ്? ശകുന്തള എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ, ആ ഒരു കഥാപാത്രത്തെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള, അല്ലെങ്കിൽ അദ്ദേഹം കണ്ടു ഇവര് രണ്ടുപേരും സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ചാപ്റ്റർ ആയിട്ട് നൽകിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു ശകുന്തള എന്ന് പറയുന്ന കഥാപാത്രം പ്രകൃതിയോട് വളരെയധികം ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അവരുടെ ആശ്രമം എന്ന് പറയുന്നത്
പ്രകൃതിയെ സ്വന്തം മക്കളെ പോലെ അല്ലെങ്കിൽ പ്രകൃതിയെ സ്വന്തം രക്തബന്ധത്തെ പോലെ കരുതുന്ന ആൾക്കാരാണ്. അവർ പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അവർ പ്രകൃതിയെ ഒരുപാട് പരിപാലിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ശാന്തമായിട്ടുള്ള, വളരെ സമാധാനപൂർവ്വമുള്ള, വളരെ അച്ചടക്കമുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ്, ഒരു ചുറ്റുപാടിലാണ് ഈ ഒരു ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒരു ഐഡിയ ആയിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ശകുന്തള എന്ന് പറയുന്ന കഥാപാത്ര നിരൂപണം, ആ ഒരു കഥാപാത്ര നിരൂപണം നമുക്ക് നോക്കാം. ശകുന്തള ഈസ് ദ സെൻട്രൽ ഫീമെയിൽ ക്യാരക്ടർ ഇൻ കാളിദാസാസ് ശകുന്തളം. അതായത് കാളിദാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ ശകുന്തളം എന്ന് പറയുന്ന നാടകത്തിലെ പ്രധാനപ്പെട്ട ഫീമെയിൽ കഥാപാത്രമാണ് ആരെന്ന് പറയുന്നത്, ശകുന്തള. ഷീ ഈസ് പോർട്രേറ്റഡ് ആസ് എ സിംബൽ ഓഫ് പ്യൂരിറ്റി, ബ്യൂട്ടി ആൻഡ് ഗ്രേസ്. ഈ ഒരു ശകുന്തള എന്ന് പറയുന്ന കഥാപാത്രത്തെ എങ്ങനെയാണ് പ്രതിഫലിച്ചിരിക്കുന്നത്? വളരെ നന്മയുടെയും സൗന്ദര്യത്തിന്റെയും ഒരു നിഷ്കളങ്കതയുടെയൊക്കെ ഒരു പ്രതീകമായിട്ടാണ് ഈ ഒരു കഥാപാത്രത്തെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് പ്രതിഫലിച്ചിരിക്കുന്നത്. ഗ്രോയിങ് അപ്പ് ഇൻ ദി കാം അറ്റ്മോസ്ഫിയർ ഓഫ് കൺവാസ് ഹെർമിറ്റേജ്, ഷീ ഹാസ് എ സിമ്പിൾ ആൻഡ് ഇന്നസെന്റ് പേഴ്സണാലിറ്റി. കൺവാസ് ഹെർമിറ്റേജ്, അതായത് കണ്വ മഹർഷിയുടെ ഹെർമിറ്റേജ് എന്ന് വെച്ചാൽ ആശ്രമം. അതായത് കണ്വ മഹർഷിയുടെ ആശ്രമത്തിന്റെ ആ ഒരു ചുറ്റുപാടിൽ വളർന്നത് കൊണ്ട് തന്നെ, ആ ഒരു സമാധാനപൂർവ്വമുള്ള ആ ഒരു ചുറ്റുപാടിൽ വളർന്നത് കൊണ്ട് തന്നെ ശകുന്തള എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്, പേഴ്സണാലിറ്റി എങ്ങനെയാണ്, വളരെ സിമ്പിൾ ആണ്. അതേപോലെ തന്നെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ഷീ ലവ്സ് നേച്ചർ ഡീപ്ലി ആൻഡ് ട്രീറ്റ്സ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് വിത്ത് എഫെക്ഷൻ ആസ് ഇഫ് ദേ വേർ ഹെർ ഓൺ ചിൽഡ്രൻ. അതായത് ശകുന്തള എങ്ങനെയാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നത്? സ്വന്തം മക്കളെ പോലെ അല്ലെങ്കിൽ സ്വന്തം സഹോദരിമാരെ പോലെയാണ് നമ്മുടെ ശകുന്തള ആരെ സ്നേഹിക്കുന്നത്? പ്രകൃതിയെയും അതേപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ പരിപാലിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത്. ദിസ് ഷോസ് ഹെർ കമ്പാഷനേറ്റ് ഹാർട്ട്. ഇത് ആ ഒരു ശകുന്തള എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഏറ്റവും മനോഹാരിമായിട്ടുള്ള, ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള, ഏറ്റവും പുണ്യമായിട്ടുള്ള ഹൃദയത്തെയും സ്നേഹത്തെയും ഒക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. She is extremely beautiful, but her beauty is soft, natural and modest. അതായത് ഈ ഒരു ശകുന്തള എന്ന് പറയുന്ന കഥാപാത്രം അത്യധികം സുന്ദരിയാണ്. ആ സൗന്ദര്യം എന്ന് പറയുന്നത് പ്രകൃതിദത്തമാണ്. അതായത് നമ്മൾ പറയില്ലേ, സ്നേഹത്തിന്റെ ഏറ്റവും നമ്മളൊരു മേക്കപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്തിട്ടോ അങ്ങനെയുള്ള ഒരു സൗന്ദര്യമല്ല, അല്ലെങ്കിൽ വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു സൗന്ദര്യം എന്ന് പറയുമ്പോൾ എന്താണോ അതാണ്. അല്ലാതെ നമ്മൾ മനുഷ്യരുണ്ടാക്കിയതുപോലെയുള്ള മറ്റ് പല ഓരോ ആൾക്കാരും ഓരോരോ ഘടകങ്ങൾ വെച്ചിട്ടുണ്ടല്ലേ, ഇതാണ് സൗന്ദര്യം. സമൂഹത്തിന്റെ മുന്നിലുള്ള ഒരു സൗന്ദര്യത്തിന്റെ വ്യാഖ്യാനങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പകരം പ്രകൃതിദത്തമായിട്ടുള്ള ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണത്. ഓക്കെ, അതിന് സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്ന പോലെയുള്ള വ്യാഖ്യാനങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. സൗന്ദര്യം ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആരും പറഞ്ഞു വെച്ചിട്ടില്ല, അല്ലെ? സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. ഞാനിപ്പോ പറയാണ് ആ കുട്ടിയെ കാണാൻ നല്ല സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞാൽ അതെന്റെ കാഴ്ചപ്പാടാണ്, അല്ലെ? എന്റെ കാഴ്ചപ്പാടനുസരിച്ച് സൗന്ദര്യത്തെ ഞാൻ വ്യാഖ്യാനിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ശകുന്തള എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം വളരെയധികം സുന്ദരിയാണ്, പ്രകൃതിയിൽ ഇങ്ങനെ ഇണങ്ങിച്ചേരുന്ന ഒരു ആളാണ്. When King Dushyanta meets her, she behaves politely and respectfully. അതായത് ദുഷ്യന്ത മഹാരാജാവ് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ നമ്മുടെ ഈ ഒരു ശകുന്തള എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് പെരുമാറുന്നത്? വളരെ പൊളൈറ്റ് ആയിട്ട്, വളരെ ബഹുമാനത്തോടു കൂടി ആൻഡ് റെസ്പെക്ട്ഫുള്ളി, അല്ലെ, വളരെ ശാന്തമായിട്ട്, വളരെ ആദരവോടുകൂടി, വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് പെരുമാറുന്നത്. ഇത് എവിടെ നിന്ന് കിട്ടിയതാണ്? ആ ഒരു ആശ്രമത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. Her shy behavior reflects her innocent and gentle nature. അതായത് ഒന്നുമില്ല, നമ്മൾ ശകുന്തള എന്ന് പറയുന്ന കഥാപാത്രം വളരെ ഇന്നസെന്റ് ആണ്, ഒരു പാവം പെൺകുട്ടിയാണ്. ഷീ ഈസ് ഓൾസോ ഒബീഡിയന്റ് ആൻഡ് വെൽ മാനേർഡ്, ഷോയിങ് ദി വാല്യൂസ് ഷീ ലേൺഡ് ഇൻ ദ ഹെർമിറ്റേജ്. അതായത് ഈ ഒരു ശകുന്തള എന്ന് പറയുന്ന കഥാപാത്രം എങ്ങനെയാണ്? ഒബീഡിയന്റ് ആണ്. അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. എല്ലാം വൃത്തിയോടെ, എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യണമെന്നുള്ള രീതിയിലാണ്. അതായത് ആ ഒരു ആശ്രമത്തിന്റെ ആ ഒരു രീതിയുണ്ട്. അപ്പം അത് ആ ഒരു ശകുന്തള എന്ന് പറയുന്ന കഥാപാത്രത്തിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശകുന്തളാസ് ക്യാരക്ടർ കമ്പൈൻസ് ഇന്നർ ഗുഡ്നെസ് ആൻഡ് ഔട്ടർ ബ്യൂട്ടി. ഈ ഒരു ശകുന്തള എന്ന് പറയുന്ന കഥാപാത്രം എന്താണ്? അതായത് ഉള്ളിലുള്ള ഒരു നന്മയും പുറത്തുള്ള സൗന്ദര്യമൊക്കെ ഇറങ്ങി ചേർന്നിട്ടുള്ള ഒരു കഥാപാത്രമാണ്. കാളിദാസ പ്രസൻസ് ഹെർ ആസ് ദ ഐഡിയൽ വുമൻ ഇൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, കൈൻഡ്, പ്യുവർ, ലവിങ് ആൻഡ് കണക്റ്റഡ് ടു ദി നേച്ചർ. അതായത് ഒന്നുമില്ല, ഭാരതീയ സാഹിത്യത്തിലെ അവതാര മാതൃകയായ സ്ത്രീയായി ചിത്രീകരിക്കുന്നു. ഞാൻ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് കൃത്യമായിട്ട് അതിൻ്റെ
കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു ക്ലാസിക്കൽ ലിറ്ററേച്ചറിലുള്ള ഒരു പെർഫെക്റ്റ് വുമൺ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ശകുന്തളയെ റെപ്രസെന്റ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. Her qualities make her lovable not only to King Dushyanta but also to the readers. അതായത് ഈ ഒരു കഥാപാത്രത്തിന്റെ, ഈ ഒരു ശകുന്തള എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ആ ഒരു സ്വഭാവ സവിശേഷതകള് ദുഷ്യന്ത മഹാരാജാവിന് മാത്രമല്ല വായിക്കുന്ന വായനക്കാർക്ക് കൂടി എന്താണ് ആ ഒരു കഥാപാത്രത്തോട് എന്തെന്നില്ലാത്ത സ്നേഹമാണ് തോന്നിപ്പിക്കുന്നത്. ഓക്കെയാണ്. ഈ ഒരു പാഠഭാഗം പലർക്കും കുറച്ച് കൺഫ്യൂഷൻസ് പോലെ തോന്നുന്നതാണ്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ ഇവിടെ അതിന്റെ മലയാള വിവർത്തനം കൂടി കൊടുത്തിട്ടുണ്ട്. ഇതും ജസ്റ്റ് ഒന്ന് നിങ്ങൾ പോസ് ചെയ്യുക ഈ ഒരു വീഡിയോ, എന്നിട്ട് ആകുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇതിന്റെ തന്നെ മലയാള വിവർത്തനമാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുകൂടി ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, വീണ്ടും തോന്നുന്ന സംശയങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി യാതൊരു തരത്തിലുള്ള മടിയും നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല. കൂടാതെ ഈ ഒരു പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അധികം വീഡിയോസ് ഇനി ചെയ്യും. അതിന്റെയൊക്കെ ലിങ്ക് എന്ത് ചെയ്യും, താഴെ കൊടുക്കാം. അതും എല്ലാവരും കാണണമെന്ന് നിർബന്ധമായിട്ട് പറയുകയാണ്. ഓക്കെ ആണ്. സോ ഈ ഒരു കഥാപാത്ര നിരൂപണം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം സ്വന്തമായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷം സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.